ലക്ഷ്യമാക്കി 24 ഷോട്ടുകൾ, അതിൽ 6 ഓൺ ടാർഗറ്റ്. ഫിഫ ലോകകപ്പിൽ പോർച്ചുഗലിനും സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്കും കൊളംബിയ മറുപടി ഒരുക്കിയത് ഇങ്ങനെയായിരുന്നു. കെ ഗ്രൂപ്പിലെ അവസാന പോരാട്ടത്തിൽ പോർച്ചുഗലിനോട് ഗോൾ രഹിത സമനില വഴങ്ങിയെങ്കിലും പോയിന്റ് പട്ടികയിൽ 1ാം സ്ഥാനക്കാരായി കൊളംബിയ നോക്കൌട്ടിൽ കടന്നു. 2 വിജയവും 1 സമനിലയുമുള്ള കൊളംബിയ 7 പോയിന്റ് ഗ്രൂപ്പ് ഘട്ടത്തിൽ സ്വന്തമാക്കി. 5 പോയിന്റുള്ള പോർച്ചുഗൽ രണ്ടാമന്മാരായി റൗണ്ട് ഓഫ് 32-ലെത്തി. അടുത്ത റൗണ്ടിൽ കരുത്തരായ ക്രൊയേഷ്യയാണ് പോർച്ചുഗലിന്റെ എതിരാളികൾ. കൊളംബിയ ഘാനയെയും നേരിടും. മത്സരത്തിന്റെ ആദ്യ മിനിറ്റ് മുതൽ കൊളംബിയയുടെ ആധിപത്യം പ്രകടമായിരുന്നു. ലൂയിസ് ഡൈസും ജോൺ കോർഡോബയും മികച്ച അവസരങ്ങൾ സൃഷ്ടിച്ചെങ്കിലും കൊളംബിയയ്ക്ക് വലകുലുക്കാൻ സാധിച്ചില്ല. 17ാം മിനിറ്റിൽ കൗണ്ടർ ആക്രമണവുമായി മുന്നേറിയ കൊളംബിയ താരം ജോൺ കോർഡോബ പോർച്ചുഗലിന്റെ ബ്രൂണോ ഫെർണാണ്ടസിന്റെ വെല്ലുവിളി മറികടന്നെങ്കിലും ഗോൾ കീപ്പർ പോർച്ചുഗലിന്റെ രക്ഷകനായി. 24ാം മിനിറ്റിൽ സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ആദ്യ ഗോൾ നീക്കം. കൊളംബിയ താരം ജോൺ അരിയാസിന്റെ ഫൗളിൽ പോർച്ചുഗലിന് അനുകൂലമായ ഫ്രീ കിക്ക്. എന്നാൽ റൊണാൾഡോയുടെ കിക്ക് കൊളംബിയ ഗോളി കമിലോ വർഗാസ് അനായാസം പിടിച്ചെടുത്തു. 30 മിനിറ്റുകൾക്ക് ശേഷം പോർച്ചുഗൽ മത്സരത്തിലേക്ക് ശക്തമായി തിരികെ എത്തി. 39ാം മിനിറ്റിൽ പോർച്ചുഗൽ താരം ബ്രൂണോ ഫെർണാണ്ടസ് ക്ലോസ് റേഞ്ചിലെടുത്ത ഷോട്ട് തകർപ്പനൊരു സേവിലൂടെ കൊളംബിയ ഗോളി വർഗാസ് രക്ഷപ്പെടുത്തി. പിന്നാലെ ക്രിസ്ത്യാനോ റൊണാൾഡോയും റൂബൻ നെവസും ഗോൾ ശ്രമങ്ങൾ നടത്തിയെങ്കിലും നിരാശയായിരുന്നു ഫലം. രണ്ടാം പകുതിയിൽ ആക്രമണത്തിന് കുറച്ചുകൂടി മൂർച്ച കൂട്ടിയ കൊളംബിയയാണ് ഗ്രൗണ്ടിൽ കണ്ടത്. 55ാം മിനിറ്റിൽ കൊളംബിയ താരം ജോൺ അരിയാസിന്റെ ഷോട്ട് പോർച്ചുഗൽ ഗോളി ഡീഗോ കോസ്റ്റ തടഞ്ഞു. 60ാം മിനിറ്റിൽ കൊളംബിയയ്ക്കായി പകരക്കാരനായി ഇറങ്ങിയ ലൂയിസ് സുവാരസ് തുടർച്ചയായി പോർച്ചുഗൽ ബോക്സിന് ഭീഷണി ഉയർത്തി. 67ാം മിനിറ്റിൽ പോർച്ചുഗൽ പോസ്റ്റിന് മുന്നിൽ നിന്ന് ജോൺ അരിയാസ് എടുത്ത ഷോട്ട് ഗോളി ഡിയാഗോ കോസ്റ്റ സേവ് ചെയ്തു. മത്സരത്തിന്റെ അവസാന മിനിറ്റുകളിൽ പോർച്ചുഗൽ ബോക്സിലേക്ക് തുടർച്ചയായി പന്തുകളെത്തി. രണ്ടാം പകുതിയിൽ 5 മിനിറ്റാണ് അധിക സമയമായി അനുവദിച്ചത്. പട്ടികയിൽ 1ാമത് വരാൻ കൊളംബിയയ്ക്ക് 1 സമനില മാത്രം മതിയായിരുന്നു. എന്നാൽ വിജയത്തിലെത്താൻ ഒന്നിനു പുറമെ ഒന്നായി തുടർച്ചയായ ആക്രമണങ്ങളാണ് കൊളംബിയൻ താരങ്ങൾ തൊടുത്തുവിട്ടത്. ഇഞ്ചറി ടൈമിൽ കോർണറിൽ നിന്ന് ലഭിച്ച പന്തിൽ തകർപ്പനൊരു ഹെഡറിലൂടെ ഡേവിഡ്സൺ സാഞ്ചസ് പോർച്ചുഗലിന്റെ വല കുലുക്കിയെങ്കിലും റഫറി ഓഫ് സൈഡ് ഫ്ലാഗ് ഉയർത്തി. അധിക സമയമായ 5 മിനിറ്റ് കൂടി അവസാനിച്ചതോടെ മത്സരം ഗോൾ രഹിത സമനിലയിൽ. ഇനി ക്രൊയേഷ്യയാണ് പോർച്ചുഗലിന്റെ എതിരാളികൾ. ജയിച്ചാൽ മുന്നോട്ട്, ഇല്ലെങ്കിൽ പുറത്ത്.